Next question number 19. An artillery piece of mass capital N1 fire a shell of mass M2 horizontally. ഒന്നിൽ നിന്ന് ഒരു സാധനം ഫയർ ചെയ്തു, തോക്കുന്നൊക്കെ ഫയർ ചെയ്യുന്ന പോലെ. Instantaneously after the firing, the ratio of kinetic energy of the artillery and that of the shell is. എന്തായാലും ഈ രണ്ടാളുടെയും ബിഫോർ മൊമെൻറ്റം 0 ആയിരുന്നു, രണ്ടാൾ റെസ്റ്റിലായിരുന്നു. ഇനി ഫയറിങ്ങിന് ശേഷമുള്ള മൊമെൻറ്റം നമുക്ക് പറഞ്ഞാൽ M1v1 പ്ലസ് M2v2 എന്ന് പറയാം. അപ്പോൾ ആ M2v2 ഇപ്പുറത്തേക്ക് എടുത്താൽ M1v1 ഈക്വൽ ടു മൈനസ് M2v2 കിട്ടും. അപ്പം മാഗ്നിറ്റ്യൂഡ് വൈസ് നോക്കുകയാണെങ്കിൽ മൊമെൻറ്റം സെയിം ആണ്. കൈനറ്റിക് എനർജിൻ്റെ ഇക്വേഷൻ എന്താ? P²/2m ആണ്. P²/2m. അപ്പോൾ നോക്കൂ, മൊമെൻറ്റം സെയിം ആണ്, 2 കോൺസ്റ്റൻ്റ് ആണ്. സോ കൈനറ്റിക് എനർജി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദെയർ മാസ്. സോ നമ്മളോട് ചോദിച്ചത് K1/K2 ആണ്. ആൻസർ M2/m1 ആയിരിക്കും. M2/m1. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ.